കൗസല്യച്ച് ഇത് കണ്ടില്ലേ? ഞങ്ങളെ സംശയമാണെന്ന് പറഞ്ഞ് കത്തിച്ച് ചാമ്പലാക്കി പെട്രോൾ എടുത്ത് മേത്തൊഴിച്ചിരിക്കുക. വൈദേഹി, എന്താ മോളെ നിന്റെ പ്രശ്നം? എന്താ പറ്റിയേ? പറയാമേ. സത്യം മനസ്സിലാക്കിയപ്പോ എന്റെ കുഞ്ഞിന്റെ പേരിലുള്ള അമ്മയുടെ തെറ്റിദ്ധാരണകൾ മാറി. പക്ഷെ അമ്മയുടെയൊക്കെ മനസ്സിൽ വിഷം വിതച്ച ഇവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും വിഷം നിറഞ്ഞിരിക്കുക അമ്മേ. ഇനി അപകടങ്ങൾ ഉണ്ടാക്കി എന്റെ കുഞ്ഞിവിടുത്തെ ശാപമാണെന്ന് വരുത്തി തീർക്കാൻ ഇവരുടെ ശ്രമം. ഹോളിഡേ അന്ന് ഇവരെന്തോ പദ്ധതി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ വളരെ വലിയ അപകടമാണ് വരുന്നത്. അതെന്താന്ന് പറയിപ്പിക്കാനാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്ത്. അയ്യോ, ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്റെ അമ്മേ. സത്യം പറഞ്ഞില്ലെങ്കിൽ കൊന്നു കളയും ഞാൻ. വേണ്ട. എന്റെ ഭർത്താവിന്റെയും കുഞ്ഞിന്റെ കാര്യമാവുമ്പോ മറ്റാരെ കുറിച്ചും ഞാൻ ചിന്തിച്ചു എന്ന് വരില്ല. ഒന്നുകിൽ സത്യം പറഞ്ഞ് ഇതോടെ ഇവരെല്ലാം നിർത്തണം. അല്ലെങ്കിൽ ഇന്നത്തോടെ ഇവർ ഈ ഭൂമിയിൽ ഉണ്ടാവരുത്. അവസാനായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാം, മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ? അയ്യോ, അയ്യോ, എന്താ നീ കാണിക്കുന്നേ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അമ്മ എന്താ നോക്കി നിൽക്കുന്നേ? വൈദേഹിയുടെ ജീവൻ അപകടത്തിൽപ്പെടുത്താൻ ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഇവരുടെ വായിന്ന് തന്നെ വരാൻ വേണ്ടിയാ ഇവളി പുലിവേഷം കെട്ടി ആടുന്നത്. അല്ല ചേട്ടാ, ഇത് പുലിവേഷമല്ല, പുലി തന്നെയാ. എന്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്താൻ പോകുന്ന പെൺപുലി. പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ കൊന്നുകളയും. വേണ്ട മോളെ, വൈദേഹി ഒന്ന് അടങ്ങ, പറയുന്നത് കേക്ക്. പറഞ്ഞില്ലേ? നീ എന്താ കാണിച്ചെന്ന് വല്ല ബോധമുണ്ടോ? ഇവരെനിക്ക് ഇങ്ങനെ വെറുതെ വിട്ട എന്തൊക്കെ ചെയ്തു കൂട്ടും പറയാൻ പറ്റില്ല ദേവേട്ട. മോളെ വൈദേഹി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക. കൊള്ള എന്തുവമ്മേ, അവള് ഞങ്ങളെ കൊല്ലാൻ റെഡിയായി നിൽക്കുമ്പോഴാ മോളെ മുത്തേന്ന് പറഞ്ഞു കൊഞ്ചുന്ന്. ആക്ച്വലി തെറ്റെല്ലാം നിങ്ങളുടേതാ. ഇതൊക്കെ ഇത്രയും നാള് നിങ്ങൾ കൊടുത്ത സ്ഥാനമാ. അല്ലെങ്കിൽ ഇവൾക്ക് എവിടുന്ന ഇത്രയും ധൈര്യം വരാൻ? ഇത് ധൈര്യമല്ല, എന്റെ നിവൃത്തികേടാ. നിങ്ങൾ ഒരുക്കുന്ന ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പോരാടി പോരാടി തളർന്നു. ഇപ്പൊ ഞാൻ എന്റെ പിടി വിട്ടുപോയ അവസ്ഥയിലാണ്. നിങ്ങൾ അടക്കാതെ ഇനി ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. വൈദേഹി, നമ്മളെ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല ദേവേട്ട, ഇങ്ങനെ ഒരു വട്ടം ഇവര് വെറുതെ വിട്ടതുകൊണ്ടാ ദിവസം കഴിയും തോറും ഇവരുടെ അക്രമം അതിന് വിട്ടത്. എല്ലാരും കൂടെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിനാ കുതന്ത്രങ്ങളും മെനഞ്ഞ് ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തുന്നത്? കൊല്ലാൻ വന്നത് അവളെ, എന്നിട്ട് കുറ്റം ഞങ്ങളുടെ തലയിലാണോ അമ്മേ? ആ ചെകുത്താൻ കുഞ്ഞു കാരണം എന്നാ പ്രാണം പോകുന്നെന്നുള്ള പേടിയില് ഓരോ ദിവസം വിറച്ച് വിറച്ച് ജീവിക്കുന്നത്. എന്ന് കൊന്നു കളയാൻ പറ, അതോടെ എല്ലാ പ്രശ്നവും തീരുമല്ലോ. ശരിയാണ്, അതായിരിക്കും ഇതിലും ഭേദം. ദിവസവും ഞങ്ങളെ ഇങ്ങനെ സംശയിച്ച് നിങ്ങളുടെ വായിരിക്കുന്ന കേൾക്കുന്നതിനേക്കാൾ ഒറ്റയടിക്ക് മരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കൊന്നേ ശീലമുള്ളൂ, മരിക്കാൻ കഴിയില്ല. നിങ്ങളെ കാണുമ്പോ വൈദേഹിക്ക് മാത്രമല്ല, എനിക്ക് നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കാനാ തോന്നുന്നു. അജേട്ടാ, അതെ ദേവ, വൈദേഹിയുടെ ആവേശത്തിൽ ഒരു തെറ്റുമില്ല.
ഓരോ ദിവസവും ഓരോ ചതി ഒന്നിച്ചു കൂടി അപ്പ ഗൂഢാലോചന സഹിച്ച് ഞാനും തളർന്നിരിക്കുക ദേവ. അവസാനമായിട്ട് ഞാൻ ചോദിക്കാം, നിങ്ങൾ പറയുന്നുണ്ടോ ഇല്ലയോ? എന്താ പറയണ്ടേ? വൈദേഹിയുടെ കുഞ്ഞു കാരണം ഞങ്ങളുടെ ജീവൻ അപകടമാണെന്ന് പറയണോ? ഈ വീട്ടിൽ കൊല്ലുന്നവർക്കല്ലാതെ മരിക്കുന്നവർക്ക് ഒരു വിലയുമില്ല അത് പറയണോ? ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ അറിഞ്ഞത് ഇതൊക്കെ തന്നെയാ. വൈദേഹി, നീ എന്താ ഈ കാണിക്കുന്നെ? പറയുന്നത് കേക്ക്. എന്നെ വിടാൻ. വൈദേഹി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളെ വിടാതെ മുറുക്ക പിടിച്ചോണം. അവൾക്ക് പ്രാന്ത് കയറിയിരിക്കുക. പിടിച്ചോണ്ട് പോയി ചങ്ങലക്കിടാൻ നോക്ക്. ഊർമിളടുത്തി, അവളിങ്ങനെ കത്തിക്കാൻ ശ്രമിച്ചുകൊണ്ട് വൈദേഹി ചീത്തയൊന്നുമല്ല. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അത്ര പാവങ്ങളും അല്ല. വൈദേഹി ഇങ്ങനെ പേടിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇനി അവള് പേടിക്കുന്ന പോലെ ഹോളിയുടെ നടക്കാൻ പാടില്ലാത്ത എന്തെങ്കിലും നടന്ന അതേ ദിവസം തന്നെ 3 ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. 3 പേരും കേട്ടല്ലോ. ഇത് നിങ്ങൾക്കുള്ള അവസാന താക്കീതാ. ഊർമിളെ, ഇതിൽ നീ ഉൾപ്പെടുന്ന ഓർത്തോണം. നിന്റെ സ്വഭാവം മാറില്ലെങ്കിൽ ഇനി നീയുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. മനസ്സിലാക്കിക്കോ. വൈദേഹി, വൈദേഹി, ഞാൻ നിന്നെ വിളിക്കുന്നേ. ഇന്ന് നിന്നെ കണ്ട് ഞാൻ പോലും പേടിച്ചു പോയി. എടി, നീയും അവരെ പോലെ തന്നെ തുടങ്ങിയ അവരും നീയും തമ്മിൽ എന്താ വ്യത്യാസം? എന്തിനാ നീ അങ്ങനെ ചെയ്തേ? എന്തിനാ ചെയ്തേന്നല്ല ചോദിക്കണ്ടേ ദേവേട്ടാ, ആർക്ക് വേണ്ടി ചെയ്തെന്ന് കൂടി ചോദിക്കും. എനിക്ക് ദേവേട്ടനും എന്റെ കുഞ്ഞുമാണ് വലുത്. നിങ്ങളെ അപകടപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അവരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവരുടെ ജീവൻ എടുക്കാനും ഞാൻ മടിക്കില്ല. എന്നാലും നിങ്ങളെ ഞാൻ വിട്ടുകൊടുക്കില്ല. അല്ല, കുറച്ചു മുമ്പ് നീ പേടി നമ്മളെ ജാഗരൂകരാക്കൂന്നാ പറഞ്ഞേ. ഇതിപ്പോ ഞാൻ പറഞ്ഞതാ ശരി. ഭയം ഇപ്പൊ നിന്നെ ഒരു ഭീരുവാക്കിയിരിക്കുക. അതോടെ നിന്റെ സമനിലയും തെറ്റുന്ന അവസ്ഥയില. അപ്പ കാണിച്ച ആവേശത്തിൽ നീ അവരെ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ അവരങ്ങ് മൺമറഞ്ഞു പോവും. പക്ഷെ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം, നമ്മുടെ ബന്ധം പോലും മുറിഞ്ഞു പോയനെ. ദേവേട്ടാ, അതെ വൈദേഹി, അവരൊരു പക്ഷെ തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും അവരുടെ മരണം നീ കാരണമായി തീരുകയാണെങ്കിൽ അതുമൂലമുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ നമ്മുടെ ബന്ധത്തെയാണ് തകർക്കുക. അതുകൊണ്ടാ പറഞ്ഞേ, എന്തു ചെയ്താലും നമ്മൾ 3 പേരുടെയും ജീവിതത്തെക്കുറിച്ചും കൂടി ആലോചിക്കണം. നമ്മൾ തമ്മിൽ അകന്നു പോകാൻ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. അവര് നമ്മുടെ ബന്ധുവാണ് ബലി ചോദിക്കുന്നത്. അത് ദേവേട്ടൻ എനിക്ക് അറിയിക്കാനും കഴിയില്ല. അത് അപ്പോഴെന്റെ പിടിവിട്ടു പോയത്. ദേവേട്ടൻ തെറ്റൊന്നും ചെയ്യില്ല. പക്ഷെ തെറ്റ് ചെയ്ത് തല കുനിഞ്ഞു നിൽക്കുന്നൊരു ദേവേട്ടനെ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പൊ അതിന്റെ പിറകിൽ അവര് തന്നെയായിരിക്കും. അതെന്താണെന്ന് മാത്രം അറിയാൻ കഴിഞ്ഞില്ല. നോക്ക് നോക്ക്, വീണ്ടും ഇപ്പൊ ഓരോന്ന് ചിന്തിച്ചു കൂട്ട്. നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാ? നിന്റെ ഇപ്പോഴത്തെ ഈ ദേഷ്യമൊക്കെ നമ്മുടെ കുഞ്ഞിനെയും ബാധിക്കും, അതറിയോ? നീ ഇപ്പൊ ഒന്നിനെ കുറിച്ചും അധികം ചിന്തിക്കണ്ട. നമ്മുടെ കുഞ്ഞുള്ളിടത്തോളം നമുക്കൊന്നും സംഭവിക്കില്ല. നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. ഞാൻ ചെന്ന് നിനക്ക് പാലെടുത്തോണ്ട് വരാം.
വൈദേഹി ഓ പൂജയിലാണോ? അതേടാ ദേവാ. ശരി മാം, ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. എവിടേക്ക് മോനെ? കോളേജിൽ ഒരു അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞ് നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ വേണ്ടേ നോക്കി ചെയ്തു കൊടുക്കാൻ. ഇപ്പോഴാണ് അവർക്ക് പഠിക്കണമെന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായി തുടങ്ങിയത്. ഒരാൾക്കെങ്കിലും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ളവരും കൂടെ ചിലപ്പോൾ മുന്നോട്ട് വന്നാലോ? നിന്റെ അച്ഛന്റെ ആഗ്രഹം അതായിരുന്നു മോനെ. എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണം, അതവരുടെ ബുദ്ധിയെ വികസിപ്പിക്കണം. ചെല്ലു മോനെ. എന്നാ ശരിയമ്മേ. വൈദേഹി കാലത്തോട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അവക്ക് പാല് കൊടുക്കണേ. പിന്നെ കഴിക്കുമെങ്കിൽ ടിഫിനും കൂടെ ചേർത്ത് കൊടുക്ക. എന്റെ പേരകിടാവിനെ നോക്കാൻ നീ എന്നെ ഉപദേശിക്കുന്നോടാ? നീ ചെന്ന് നിന്റെ ജോലി നോക്കടാ. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുള്ള പേടികൊണ്ടല്ലേ നീ ഈ പൂജയൊക്കെ ചെയ്യുന്നേ. സാരമില്ല, ഇങ്ങനെയെങ്കിലും നിന്റെ മനസ്സിന് ശാന്തി സമാധാനം കിട്ടട്ടെ. ആ മന്ത്രങ്ങൾ കേൾക്കുന്നുണ്ടോ? രാത്രി നമ്മുടെ മേത്ത് പെട്രോൾ ഒഴിച്ച് നമ്മളെ കത്തിച്ച് ചാമ്പലാക്കുമെന്ന് പേടിപ്പിച്ചിട്ട് നേരം വെളുത്ത് ഒന്നും അറിയാത്ത പോലെ പൂജാമുറി കയറിയിരിക്കുക. നോക്ക് ചെറിയമ്മേ, അവക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഇനി അവളോടുള്ള എന്റെ ദേഷ്യം തീരില്ല. നമ്മളൊന്ന് അനങ്ങിയാൽ തന്നെ അത് അവള് മനസ്സിലാക്കുന്നില്ലേ? അത് മനസ്സിലാക്കട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവള് പറയുന്നതും നമുക്കൊന്നും അറിയില്ലാന്ന് നമ്മള് പറയുന്നതും ഇപ്പൊ ഒരു ശീലമായില്ലേ? ഹോളിയുടെ അന്നൊന്നും സംഭവിക്കാതെ എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നല്ലേ വാൺ ചെയ്തിരിക്കുന്നത്. എന്നും പറഞ്ഞ് എല്ലാം വേണ്ടെന്ന് വെച്ച് വീട്ടിൽ കെട്ടിപ്പൊതിഞ്ഞിരിക്കണോ? അയ്യോ, അങ്ങനെയും പറ്റില്ല. നമ്മൾ വിചാരിച്ചൊക്കെ സാധിച്ചെടുക്കണ്ടേ? ആണല്ലോ. നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ദേവേട്ട, വേറെ വഴിയില്ല ദേവേട്ട. നമുക്ക് വേണ്ടിയാണ് ഈ ഉപവാസം എടുത്തിരിക്കുന്നത്. വൈദേഹി, മോളി പാല് കുടിക്ക. ആപത്ത് അടുത്ത് വന്നോണ്ടിരിക്കുക. നീ കണ്ട ദുസ്വപ്നം സത്യമാകാൻ പോവുകയാണ് വൈദേഹി. 3 ആഴ്ചയോളം എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കഠിനോപവാസം എടുത്ത് നിങ്ങള് അർദ്ധനാരീശ്വര വ്രതം അനുഷ്ഠിക്കണം. ആ അതിദമ്പതിമാർക്ക് നിങ്ങളുടെ ദാമ്പത്യം രക്ഷിക്കാനാവൂ. പക്ഷേ നീ ഈ വ്രതം ഇരിക്കണ കാര്യം മറ്റാരും അറിയാൻ പാടില്ല. അത് അതിലും വലിയ ആപത്തുണ്ടാക്കും. അതുകൊണ്ട് ഈ സത്യം എന്നേക്കുമായി നിന്റെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടണം. എന്താ മോളെ ചിന്തിക്കുന്നേ? ഈ പാല് കുടിക്ക. കാലത്ത് തൊട്ട് നീ ഒരു വക കഴിച്ചിട്ടില്ലല്ലോ മോളെ. ദേവമോൻ പുറത്തേക്ക് പോയപ്പോ എന്റെ ഭാര്യയെ നല്ലോണം നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇനിയിപ്പോ ഇത് കുടിച്ചില്ലെങ്കിൽ ഞങ്ങളെ അവൻ വെച്ചേക്കില്ല. കുടിക്കും മോളെ. പാല് ഞാൻ കാലത്തെ കുടിച്ചതാ അമ്മേ. കുടിച്ചെന്നോ? എപ്പോ? ഇപ്പോഴല്ലേ പൂജയൊക്കെ കഴിഞ്ഞ്. അതിനിടയ്ക്ക് നീ എവിടെന്നാ കുടിച്ചേ? ദേവൻ എന്തായാലും കുടിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അതിരിക്കട്ടെ, പൂജയ്ക്ക് മുമ്പ് നീ എവിടുന്ന് കുടിച്ചെന്നാ പറയുന്നേ? അത് പൂജയ്ക്ക് മുന്നേ തന്നെ ഞാൻ കുടിച്ചു. പൂജയിലിരിക്കുമ്പോ വീണ്ടും വൈകുന്നറിഞ്ഞപ്പോ സമയത്ത് കഴിച്ചില്ലെങ്കിൽ തളർച്ച ഉണ്ടാവുമല്ലോ എന്നോർത്തപ്പോ നേരത്തെ എടുത്ത് കഴിച്ചു. പാല് കഴിച്ചിട്ടാണെങ്കിൽ പോലും പൂജ ചെയ്യാലോ അല്ലേ? ധാരാളമായിട്ട് ചെയ്യാം. നേരത്തെ കുടിച്ചത് വലിയ കാര്യായി. എന്നാ ഒന്നുകൂടെ കഴിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. കുങ്കുമപ്പൂ ചേർത്തിട്ടുണ്ട്. കുടിക്കും മോളെ. ശരി അമ്മേ, ഞാനെന്നാ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. ദേ നോക്ക്, വരുന്നുണ്ട്.
കിട്ടിപ്പോയി. ഇനി എനിക്ക് നിന്നെ വട്ട് തട്ടാൻ ഇത് മതിയാവും. പാല് കുടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് കളയേണ്ട കാര്യമുണ്ടോ? ഈ വീഡിയോ കൊണ്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് അമ്മ കൊടുത്ത പാലല്ലേ. ദൈവം പുറത്തേക്ക് പോയപ്പോ അമ്മയോട് അവൾക്ക് പാല് കൊടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴും ആ വൈദേഹിക്ക് അമ്മയോടുള്ള സംശയം മാറിയിട്ടില്ല. അമ്മ ആ പാലില് വല്ലതും കലർത്തിയിട്ടുണ്ടാവൂന്ന് കരുതിയ അവൾ അത് കൊണ്ടുപോയി കളഞ്ഞത്. ഇപ്പൊ ഈ വീഡിയോ അമ്മയെ കാണിച്ച അമ്മയുടെ ഈഗോ വർക്കൗട്ട് ചെയ്യും. ഉള്ളിക്കിടക്കുന്ന കനല് വീണ്ടും ആളി കത്താൻ തുടങ്ങും. ജ്യോതി, പാചകമൊക്കെ കഴിഞ്ഞു? കഴിഞ്ഞു തമ്പുരാട്ടി. ആ, ഇതുവരെ ആരും ഭക്ഷണം കഴിച്ചില്ലേ? ഇതുവരെ ഇല്ല തമ്പുരാട്ടി. നന്നായി. ഇനി ആര് ഭക്ഷണം കഴിക്കാൻ വന്നാലും ആദ്യം വൈദേഹിക്ക് വിളമ്പിയിട്ട് മതി മറ്റുള്ളവർക്ക് കൊടുക്കാൻ. ആയിക്കോട്ടെ തമ്പുരാട്ടി. കൗസല്യേച്ചി വൈദേഹിയെ കഴിപ്പിക്കാൻ ചോറെടുത്ത് വെക്കുന്നുണ്ട്. അതെ ചെറിയമ്മേ, അമ്മ ഇവിടെ സ്വന്തം കൈകൊണ്ട് വൈദേഹിക്ക് വിളമ്പിക്കൊടുത്ത് കഴിപ്പിക്കാൻ ശ്രമിക്കുക. പക്ഷെ വൈദേഹി അവിടെ അമ്മയെ സംശയിച്ച് അമ്മ കൊടുത്ത പാല് വരെ കൊണ്ട് കളഞ്ഞു. ഈ ചോറ് അവള് കഴിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പാലാവുമ്പോ നീ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്തോണ്ട് കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞ് രക്ഷപ്പെടാം. പക്ഷേ ഈ ചോറും അവള് കളയുകയാണെങ്കിൽ അവൾ ഉറപ്പായും വല്യമ്മയുടെ കയ്യിൽ പെടും. കൗസല്യേച്ചിക്ക് അത് മതിയല്ലോ. നോക്കാം എന്താ ചെയ്യുന്നേന്ന്. വൈദേഹിക്കാണോ കൗസല്യേ? അതെ അമ്മേ, ആദ്യം അവൾക്ക് കൊടുക്കാം, എന്നിട്ട് മതി ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ, അല്ലേ അമ്മേ? വൈദേഹി, മോളെ വൈദേഹി. അമ്മ വിളിച്ചിരുന്നോ? മോള് വന്ന് ഭക്ഷണം കഴിക്കേ. വാ മോളെ. 3 ആഴ്ചയോളം എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും കഠിനോപവാസം എടുത്ത് നിങ്ങള് അർദ്ധനാരീശ്വര വ്രതം അനുഷ്ഠിക്കണം. ആ അതിദമ്പതിമാർക്കേ നിങ്ങളുടെ ദാമ്പത്യം രക്ഷിക്കാനാവൂ. അവള് കഴിക്കില്ലെന്ന് പറഞ്ഞല്ലേ, വേണമെങ്കിൽ നോക്കിക്കോ. ഇപ്പൊ ഭക്ഷണോ? അതേ മോളെ, ഇനി നീ ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഈ വീട്ടിലെല്ലാരും ഭക്ഷണം കഴിക്കൂ. ഇത് നിനക്ക് വേണ്ടിയല്ല മോളെ, ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് വേണ്ടി നീ ഇത് കഴിക്കണം. ഇതാ മോളെ, വന്ന് കഴിക്കാം. വാ. അമ്മയ്ക്ക് എന്നോട് സ്നേഹം തോന്നി തുടങ്ങിയപ്പോ അത് അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലാതായി. കഴിക്കില്ല എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കും എന്ന് കരുതി ഉപവാസാണെന്ന് പറയാനും പറ്റില്ല. ഭഗവാനെ, ഞാനിപ്പോ എന്താ ചെയ്യാ? വരാനിരിക്കുന്ന ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രയത്നത്തിനും പരീക്ഷണവും. മോളെ എന്താ ആലോചിക്കുന്നേ? വാ കഴിക്കേ. വാ മോളെ. ഇപ്പൊ വേണ്ടമ്മേ, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. സമയം എത്രയെന്ന് നിന്റെ വിചാരം? കഴിക്കില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ പറയുന്ന കേക്കും മോളെ. ഇനി ദേവൻ വന്ന് എന്റെ ഭാര്യയ്ക്ക് നിങ്ങളൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. കഴിക്കില്ല എന്നല്ലല്ലോ ഇന്ദുമ്മ പറഞ്ഞത്. കാലത്ത് 2 തവണ പാല് കുടിച്ചതല്ലേ, വിശപ്പ് തോന്നുന്നില്ല. അതുകൊണ്ടാ കുറച്ച് കഴിഞ്ഞ് കഴിക്കാന്ന് പറഞ്ഞ്. ചെടിച്ചട്ടി കൊണ്ട് ഒഴിച്ചു കളഞ്ഞിട്ട് മുഴുവൻ കുടിച്ചതുപോലെ എന്തൊരു അഭിനയം നോക്കിക്കവള്. ഇന്ന് അവൾക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ളത് ഉറപ്പാ. എന്നാ പിന്നെ വൈകിക്കുന്ന എന്തിനാ ഓർമ്മളെ? അവള് പാലുകൊണ്ട് കളയുന്ന വീഡിയോ കാണിച്ചു കൊടുക്ക്. എന്നിട്ട് അവക്ക് ഇപ്പോഴും സംശയമാണെന്നും കൂടി പറഞ്ഞേക്ക്. ചെറിയമ്മേ, തിരക്ക് പിടിക്കല്ലേ, കുറച്ചു നേരം ഒന്ന് ക്ഷമിക്ക്. ഇവിടെന്താ തീരുമാനം നോക്ക. എന്നാ പിന്നെ അമ്മേ, ഞാൻ മുറിയിൽ കൊണ്ടുപോയി എനിക്ക് വിശക്കുന്ന സമയത്ത് കഴിച്ചോളാം. ഇങ്ങ് തന്നേക്കൂ. വൈദേഹി, എന്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണോ? എന്താ അമ്മ അങ്ങനെ ചോദിച്ചേ? അമ്മയുടെ കാര്യത്തില് എനിക്ക് എന്ത് സംശയം ഉണ്ടാവാനാ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ. പിന്നെ അല്ലാതെ കൗസല്യേ, നിന്നെ എന്തിനവളെന്നെ സംശയിക്കണം? പറയാൻ പറ്റില്ലല്ലോ അമ്മേ.
ഒരിക്കൽ അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ ശ്രമിച്ചതല്ലേ. ഇപ്പൊ ഞാൻ മാറിയെന്ന് പറഞ്ഞാ അവളത് വിശ്വസിക്കണമെന്നൊന്നുമില്ലല്ലോ അമ്മേ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട അമ്മേ. അമ്മയുടെ തെറ്റിദ്ധാരണ മാറിയതില് എനിക്കും ദേവേട്ടന് എത്രമാത്രം സന്തോഷായിന്നറിയോ. പക്ഷെ വാക്കുകളിലുള്ളത് പ്രവൃത്തിയിൽ കാണുന്നില്ലല്ലോ വൈദേഹി.